ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സ്പാർസ് മെട്രിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാക്കാണ്. ഓക്കെ, നമ്മൾ ആദ്യം പിന്നെ അതിൻ്റെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ കുറേ പറഞ്ഞില്ലേ, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അല്ലേ. അതിനകത്ത് ഏതാണ് പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ്, അതിൽ തന്നെ ലീനിയറും നോൺ ലീനിയറും അല്ലേ. അപ്പോൾ ലീനിയറിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്റ്റാക്കാണ്. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുമ്പം അറേസ് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് സ്റ്റാക്ക് എന്താന്ന് നോക്കാം. അപ്പം നമ്മൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ പിന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലേ, മറന്നുപോയോ ആരെങ്കിലും? സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മടി കാണിക്കരുത്. ഞാൻ നേരത്തെ കഴിഞ്ഞതിലും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് ഒരു യെസ് ഓർ നോ ആയിട്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, ശരി. അപ്പം നമുക്ക് സ്റ്റാക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, സ്റ്റാക്ക്. ഇവിടെ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബോക്സ് എടുത്തു. ഓക്കെ, ഒരു ബോക്സ്. ഈ ബോക്സിലോട്ട് ഞാൻ എൻ്റെ കുറേ ബുക്സ് ഞാൻ അതിലോട്ട് അടുക്കി വയ്ക്കുക. അടുക്കി വെച്ചിട്ട് അതിനെ എനിക്ക് പിന്നെ ഇടയ്ക്കുള്ളൊരു ബുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മേളിൽ നിന്നുള്ള ഏത് ബുക്കാണോ നമുക്ക് എടുക്കേണ്ടത് അതുവരെ ഉള്ള ബുക്കുകൾ ഞാൻ തിരിച്ചെടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ളൊരു ബുക്ക് ഞാൻ എടുക്കുന്നു, വീണ്ടും അതുപോലെ തിരിച്ചടുക്കി വയ്ക്കുന്നു അല്ലേ. വെളിയിലെടുത്ത് എനിക്ക് ആവശ്യമില്ലാത്ത ബുക്കുകളെ ഞാൻ തിരിച്ച് വീണ്ടും അതിലോട്ട് അടുക്കി വയ്ക്കുന്നു. അത് തന്നെയാണ് സ്റ്റാക്കിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് മേടിച്ചു. ബ്രെഡിൻ്റെ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മേളിൽ നിന്ന് ഓരോരോ പീസായിട്ടാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത് അല്ലേ. ഓരോ പീസായിട്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇടയ്ക്ക് നിന്ന് വലിച്ചെടുക്കാൻ പറ്റുമോ? ഇടയ്ക്കുള്ള എല്ലാം പൊട്ടിപ്പോലും, പൊടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചെയ്യുന്നത് ഓരോരോ സാധനങ്ങളായിട്ട്, ഓരോ മേളിലിരിക്കുന്ന ഓരോരോ ബ്രെഡായിട്ട്, ഓരോ പീസായിട്ട് നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഏറ്റവും ലാസ്റ്റിൽ വച്ചിരിക്കുന്നതാണ് ഏറ്റവും മേളിലിരിക്കുന്നത് അല്ലേ. അതാണ് ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതിനെ ലിഫോ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? ലിഫോ. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് ലിഫോ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോക്സിലിരിക്കുന്ന സാധനമായാലും നമ്മൾ എന്താണ് ഓരോന്നോരോന്നായിട്ട് അകത്തോട്ട് വെച്ചു. എന്നിട്ട് ഏറ്റവും ഫസ്റ്റിൽ ഞാൻ എടുക്കുന്നത് ഏറ്റവും മേളിലിരിക്കുന്ന സാധനമായിരിക്കും അല്ലേ. അതാണ് ഏറ്റവും ലാസ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് ഇതിന്റെ മെയിൻ ആയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബോക്സ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പം എന്താണ്, ഇതിന്റെ 3 സൈഡ് ക്ലോസ്ഡ് ആണ് അല്ലെ. ഈ ബോക്സിന്റെ 3 സൈഡും ക്ലോസ്ഡ് ആണ്. ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇടയ്ക്കുന്ന് വലിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇതിനകത്ത് 2 ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്യുക, പിന്നൊന്ന് അതിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുക. അതിന് ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് പുഷ് എന്നും ഔട്ട്പുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് പോപ്പ് എന്നുമാണ്. ഓക്കെ, അപ്പൊ 2 ഓപ്പറേഷനാണ് ഇതിനകത്തുള്ളത്, പുഷ് ആൻഡ് പോപ്പ്. ഓക്കെ, 2 ഓപ്പറേഷൻ ഏതൊക്കെയാണ്? പുഷ് ആൻഡ് പോപ്പ്. ഓക്കെ, ഈ 2 ഓപ്പറേഷനാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിത് ഒരു സ്റ്റാക്ക്, അതിൽ നമ്മളൊരു ബോക്സ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്ന എന്താണ്, ഇതിനകത്ത് 2 കണ്ടീഷനുണ്ട്. ഒന്ന് സ്റ്റാക്ക് എം ടി, അതിനകത്ത് സ്റ്റാക്കിനകത്ത് ഒന്നുമില്ല. പിന്നെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ സ്റ്റാക്ക് ഫുൾ. മനസ്സിലായോ? സ്റ്റാക്ക് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അത് അവിടെ വന്നാൽ എന്താണ്, ഓവർഫ്ലോ ആവും അല്ലേ. അപ്പൊ ഇവിടെ സ്റ്റാക്ക് എം ടി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 2 മെത്തേഡിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറേ റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, 2 റെപ്രസെന്റേഷൻ, 2 രീതിയിൽ നമുക്ക് ഇവിടെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറേ റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മളിവിടെ പഠിച്ചിട്ടില്ല, പക്ഷെ അറേ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അറേ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഡാറ്റ പുഷ് ആൻഡ് പോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, ഫസ്റ്റില് ഒരു അറേ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുവാണ്. ഇന്റ് A10 എന്നും പറഞ്ഞിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്താൽ എന്താണ്, ഇവിടെ 10 സൈസുള്ള ഒരു പിന്നെ അറേയാണ് ഇവിടെ നമുക്ക് അസൈൻ ആയി കിട്ടിയത് അല്ലേ.
നമുക്കിവിടെ അലോക്കേറ്റ് ആയി കിട്ടിയത്. അപ്പൊ ഇങ്ങനെ അലോക്കേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ അറേ പറയുന്ന പോലെ തന്നെ ഓരോ പൊസിഷൻ നമുക്ക് എന്താണ് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അറേ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ഡാറ്റ ഇല്ല അല്ലെ, ഡാറ്റ ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ടായിരിക്കും നമുക്കറിയാം, നമ്മൾ അറേ ചെയ്തതാണ് അല്ലെ. ഐ എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ഐ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകും അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ നോക്കണം. ഇതിന്റെ ടോപ്പ് പൊസിഷൻ ഏതാണെന്ന് കൂടെ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ അറേ 10 ആയിട്ട് ഡിക്ലെയർ ചെയ്താലും പിന്നെ അറേ അതിനകത്ത് 10 ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താലും 10 വാല്യൂസ് വേണമെന്നില്ല അല്ലെ. ഞാനിപ്പോൾ 5 വാല്യൂ അതിനകത്ത് പുഷ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന്റെ ടോപ്പ് പൊസിഷൻ എത്രയായിരിക്കും, 5 ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അറേ ആയതുകൊണ്ട് എന്താണ് 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റാക്ക് MD എന്ന് പറയുമ്പം ഇവിടെ ടോപ്പ് പൊസിഷനെ നമ്മൾ എന്തായിട്ട് കൊടുക്കണം, ടോപ്പ് പൊസിഷൻ ഈക്വൽ ടു -1 ആയിട്ട് വേണം അസൈൻ ചെയ്യാൻ. ഓക്കെ, ടോപ്പ് പൊസിഷൻ ഈക്വൽ ടു -1, അതാണ് MD കണ്ടീഷൻ. കാരണം 0th പൊസിഷൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു വാല്യൂ എങ്കിലും ഇല്ല, അതായത് MD ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാക്കിന്റെ ടോപ്പിന്റെ വാല്യൂ എന്തായിരിക്കണം, -1 ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതിലെ സ്റ്റാക്ക് ഫുൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഏതാണ് ടോപ്പ് എന്ന് പറയുന്നത് സൈസ് -1, അതായത് 9, അതായത് മാക്സിമം -1 ആണ് എന്താണ് സ്റ്റാക്ക് ഫുൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയുന്നത് സ്റ്റാക്ക് ഫുള്ളും അതുപോലെ ഇതെന്ന് പറയുന്നത് സ്റ്റാക്ക് MD. ഓക്കെ, ഇതാണ് രണ്ട് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഡാറ്റ പുഷ് ചെയ്യുമ്പോഴും എന്താണ് ടോപ്പിന് ഇൻക്രീസ് ചെയ്യുക, വാല്യൂ അസൈൻ ചെയ്യുക അല്ലെ. ടോപ്പ് ഇൻക്രീസ് ചെയ്യുക, വാല്യൂ അസൈൻ ചെയ്യുക, ടോപ്പ് ഇൻക്രീസ് ചെയ്യുക, വാല്യൂ അസൈൻ ചെയ്യുക. അതിനൊപ്പം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ടോപ്പിന്റെ വാല്യൂ മാക്സിമം ലെസ് ദാൻ മാക്സിമം ആണോ എന്ന് നോക്കുക. ഒന്നുകിൽ ലെസ് ദാൻ മാക്സിമം കൊടുക്കുക, അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു മാക്സ് -1 കൊടുക്കുക. ഓക്കെ, അത്രയും പൊസിഷനെ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ അറേ 10 ആയിട്ട് കൊടുത്താൽ 9 വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ MD കണ്ടീഷൻ വരുമ്പോൾ എന്താണ്, നമ്മൾ പോപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെന്റ് ആയിട്ട് പോപ്പ് ചെയ്യുമ്പോഴും എന്താണ് ടോപ്പിനെ മൈനസ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. ഓരോ പ്രാവശ്യം പോപ്പ് ചെയ്യുന്ന സമയത്തും എന്താണ് ഡാറ്റ ടോപ്പ് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. മൈനസ് ചെയ്ത് എവിടെ വരെ വരണം, -1 ആകുന്നിടം വരെ വരണം അല്ലെ. അതാണ് രണ്ട് കണ്ടീഷൻ പറയുന്നത്. അപ്പൊ പുഷ് ചെയ്യുമ്പം സ്റ്റാക്ക് ഫുൾ ആയോ എന്ന് നോക്കി പുഷ് ചെയ്യുക. പോപ്പ് ചെയ്യുമ്പം സ്റ്റാക്ക് MD ആയോ നോക്കി പോപ്പ് ചെയ്യാം. ഓക്കെ, പുഷ് ആൻഡ് പോപ്പ് രണ്ട് ഓപ്പറേഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ള പഠിച്ചിട്ട് നമുക്കത് പറയാം. നമ്മളിവിടെ പറഞ്ഞ എന്താണ് അറേ ആണ്, അറേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അൽഗോരിതം നമുക്ക് അല്ലെങ്കിൽ അതിന്റെ കോഡിങ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എന്താണ് ടോപ്പിനെ -1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം. ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫംഗ്ഷൻ ആയിട്ടാണ് പുഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. നമുക്ക് ഈ ഇനിഷ്യലൈസേഷൻ വേണമെങ്കിൽ ഗ്ലോബലായിട്ട് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ എന്താ ഗ്ലോബലായിട്ട് -1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം. അതായത് ഗ്ലോബൽ പറയുമ്പോൾ എന്താണ് മെയിൻ്റെ മേളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് മേളിൽ നമുക്ക് ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഡിക്ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ എന്താണ് ടോപ്പ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കി. ഓക്കെ, ടോപ്പ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കി. ഗ്രേറ്റർ ദാൻ മാക്സ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റാക്ക് ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഓക്കെ, സ്റ്റാക്ക് ഫുൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഒരു മെസ്സേജ് ഇട്ടിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, ഇവിടെ printf എന്ത് കൊടുത്തു, എൻ്റർ എലമെന്റ് ടു ബി ഇൻസേർട്ടഡ്. ഇൻസേർട്ട് ചെയ്യേണ്ട എലമെന്റ് റീഡ് ചെയ്യുക. സ്കാൻഫ് പറഞ്ഞിട്ട് ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ അത് റീഡ് ചെയ്തു. അതിനുശേഷം ടോപ്പിന് ഇൻക്രീസ് ചെയ്തു. കാരണം ഇവിടെ -1 ആണ് നിൽക്കുന്നത്. -1 നിന്ന് പ്ലസ് ചെയ്യുമ്പോൾ എന്താക്കും 0 ആവും അല്ലെ. 0 ആയിട്ട് 0th പൊസിഷനിൽ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ്, അതായത് ഇവിടെ റീഡ് ചെയ്ത എലമെന്റ് ഐറ്റം എന്ന് പറയുന്നത് A of ടോപ്പിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൽസ് ക്ലോസ് ചെയ്ത് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഞാനിപ്പോൾ റീഡ് ചെയ്ത എലമെന്റ് സപ്പോസ് 5 ആണെങ്കിൽ ഈ 5 എവിടെ വരുന്നു, ഇവിടെ വന്നു. അപ്പൊ ഇവിടെ ഇതാണ് ഇപ്പൊ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഓക്കെ, വീണ്ടും ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സ് ആയോ നോക്കി, മാക്സ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് റീഡ് ചെയ്തു, ടോപ്പ് ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെയായി അല്ലെ. ടോപ്പ് ഇപ്പൊ ഇതായി. ഇപ്പോഴത്തെ ടോപ്പ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യണം, അടുത്ത എലമെന്റിനെ റീഡ് ചെയ്യാം, അസൈൻ ചെയ്യാം അല്ലെ.
വീണ്ടും എന്താണ് നമ്മൾ ടോപ്പ് ഇൻക്രീസ് ചെയ്തു, ടോപ്പ് മാറി ഇതായി അല്ലേ. അടുത്ത റീഡ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്തു, ഇവിടെ റീഡ് ചെയ്തു. ഓക്കെ, അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? വെറുതെ ജസ്റ്റ് ഒരു അറേ മാത്രം അല്ലേ. അറേയിൽ 2 കണ്ടീഷനേ ഉള്ളൂ. സ്റ്റാക്ക് എം ഡി നോക്കുക, സ്റ്റാക്ക് ഫുൾ നോക്കുക അല്ലേ. സ്റ്റാക്ക് എം ഡി എന്ന് പറയുമ്പോൾ ടോപ്പ് എന്തായിരിക്കണം, -1 ആയിരിക്കണം. അതിൽ സ്റ്റാക്ക് ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതെന്ന് പറയുന്നത്, ടോപ്പ് എന്ന് പറയുന്നത് മാക്സ് -1 ആവണം. ഓക്കെ, അതാണ് ഇതിന്റെ 2 കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ പ്രോഗ്രാം നമുക്കിവിടെ ചെയ്യാം. ഇത് നമ്മൾ ഈ കോഡിംഗ് മാത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുൾ പ്രോഗ്രാം ആയിട്ട് ഫുൾ പ്രോഗ്രാം ആയിട്ട് നമുക്ക് എഴുതി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പുഷ് ഫംഗ്ഷനെ നമുക്ക് ലൂപ്പിനകത്ത് ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്ത് മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ട് അല്ലേ, കണ്ടിന്യൂ യെസ് ഓർ നോ മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫംഗ്ഷനെ നമുക്ക് ലൂപ്പിനകത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് വേണോ നമുക്ക് ഇത് റീഡ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടോപ്പ് എന്നുള്ളത് നമ്മൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫംഗ്ഷനകത്ത് പോയിട്ട് തിരിച്ചു വന്നാലും എന്താണ് അത് അതിന്റെ വാല്യൂ ചേഞ്ച് ആവില്ല അല്ലേ. ഗ്ലോബലാണ്. ഗ്ലോബലാകുമ്പം ത്രൂ ഔട്ട് ദ പ്രോഗ്രാം അതിന്റെ വിസിബിലിറ്റി ഉണ്ട് അല്ലേ, അത് എവിടെ ചേഞ്ച് ചെയ്യില്ല. കാരണം ഇവിടെ വരുമ്പം അതിന്റെ വാല്യൂ മാറി തിരിച്ച് ഫംഗ്ഷനിൽ പോകുമ്പോൾ വീണ്ടും പഴയ അങ്ങനെ ആവില്ല അല്ലേ. അപ്പൊ എന്താണ് നമുക്കിവിടെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന വാല്യൂ എന്താണോ അതിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഏത് പറയുന്നത്, പുഷ് ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് അറിയിക്കാം. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണ്, പോപ്പാണ്. ഓക്കെ, പോപ്പ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാം, ഇപ്പൊ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് അല്ലേ. അതായത് 2 ആണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് പൊസിഷനിലുള്ള വാല്യൂ എടുക്കുക. നമുക്ക് എന്ത് വേണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാം അല്ലെ. പ്രിന്റ് ചെയ്യിപ്പിക്കാം. 15 പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ടോപ്പ് മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. വീണ്ടും ഈ പൊസിഷനിലുള്ള വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് അവിടെ പ്രിന്റ് ചെയ്തു, ടോപ്പ് ചേഞ്ച് ചെയ്ത് മാറ്റി. ഓക്കെ, അപ്പൊ ഇതായി ടോപ്പ്. ഓക്കെ, വീണ്ടും എന്താണ് ഒന്നും കൂടെ ഇവിടുത്തെ വാല്യൂ പ്രിന്റ് ചെയ്തു. എന്നിട്ട് ടോപ്പിനെ മൈനസ് ചെയ്തപ്പം ടോപ്പ് എന്തായി, -1 ആയി. അപ്പൊ എന്താണ് കണ്ടീഷൻ, MTA. ഓക്കെ, അതാണ് ഏതാണ് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, 2 ഓപ്പറേഷനാണ് പുഷും പോപ്പും. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. അപ്പൊ പുഷ് പോപ്പ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ എഴുതാണ് വോയിഡ് പോപ്പ് അല്ലേ. ഇതിനകത്ത് എന്ത് കൊടുക്കാം, കണ്ടീഷൻ എന്താണ്, ഇഫ് ടോപ്പ് ഈക്വൽ ടു -1 ആണോ നോക്കി. ആണെങ്കിൽ എന്താണ്, സ്റ്റാക്ക് എംപ്റ്റി, printf empty stack അല്ലേ. എൽസ് എന്ത് പറയാം, ഇപ്പം ടോപ്പിലുള്ള വാല്യൂവിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ടോപ്പ് മൈനസ് ചെയ്യാം അല്ലേ. അപ്പൊ എങ്ങനെ പറയാം, ഇവിടെ printf %d സ്പേസോ ന്യൂ ലൈനോ ഒക്കെ കൊടുക്കാം, /t കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ /n കൊടുക്കാം. ഓക്കെ, അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് അറിയാലോ. അതിനുശേഷം എന്താണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്, a ഓഫ് ടോപ്പ് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യണം, ടോപ്പിനെ മൈനസ് ചെയ്യണം, മൈനസ്. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ മേളിൽ പിന്നെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മൈനസ് ചെയ്താൽ എന്താണ് അതിനകത്ത് ടോപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെമ്മറിയിലെ വാല്യൂ ചേഞ്ച് ആവും അല്ലെ. അത് നമുക്ക് ഇവിടെയും കിട്ടും, ഈ ഫംഗ്ഷനിലും കിട്ടും. ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പോപ്പ് ഫംഗ്ഷൻ നമ്മൾ വോയിഡ് പോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു. ടോപ്പ് -1 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ എന്താണ്, സ്റ്റാക്ക് എംപ്റ്റി എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം, ഇവിടെ ഇതിനെ a ഓഫ് ടോപ്പിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്തതിന് ശേഷം ടോപ്പിനെ മൈനസ് ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ പോയി. അപ്പൊ വീണ്ടും നമ്മളിവിടെ പിന്നെ ഡിസ്പ്ലേയിൽ കൊടുക്കുകയാണെങ്കിൽ, ഇതിനകത്തുള്ള സ്റ്റാക്കിലുള്ള വാല്യൂ ഡിസ്പ്ലേയിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കണം, 0 to ടോപ്പ് വരെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ കൂടെ ഒന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് സ്റ്റാക്കിലുള്ള വാല്യൂ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി. ഇതിനകത്ത് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ പറയാം, ഇന്റ് i is equal to ഏത് മുതലാണ് ചെയ്യേണ്ടത്, ടോപ്പ് മുതൽ 0 വരെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ i is equal to എങ്ങനെ കൊടുക്കാം, ടോപ്പ് അല്ലേ, i greater than -1. ഓക്കെ, i greater than -1, i greater than -1നേക്കാളും ഗ്രേറ്റർ അല്ലേ, അതല്ലേ ചെയ്യേണ്ടത്. ടോപ്പ് നമ്മൾ സ്റ്റാക്ക് പറഞ്ഞപ്പോ അങ്ങനെയല്ലേ പറഞ്ഞേ, ഇതല്ലേ പറഞ്ഞേ.
അല്ലേ? അപ്പോൾ ഇവിടെ -1 അല്ല, 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എലമെന്റ് ഉണ്ട് അല്ലേ? -1 I എന്താ മൈനസ് കൊടുത്തു. ഇതിനകത്ത് എന്ത് പറയാം? പ്രിന്റ് ഓഫ് %d/t ഇട്ടു, അല്ലെങ്കിൽ ന്യൂ ലൈൻ കൊടുക്കാം. നമ്മൾ സിയിലൊക്കെ പറയുന്നത് അല്ലെ, ഒന്ന് നമുക്ക് ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു അലൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ന്യൂ ലൈനോ /t കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? A of എന്താണ് I അല്ലേ? അപ്പൊ ആദ്യം പ്രിന്റ് ചെയ്യുന്ന ഏതാണ്? ഏറ്റവും ടോപ്പിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞ് മൈനസ് ചെയ്യും. ഓക്കെ, വീണ്ടും തൊട്ട് താഴെയുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും, വീണ്ടും മൈനസ് ചെയ്യും. അങ്ങനെ ഏതാണ് -1 ആകുന്നിടം വരെ ഉള്ള വാല്യൂയോടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് ഇതിലെ ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ 3 ഫംഗ്ഷൻ പറഞ്ഞു അല്ലേ? സ്റ്റാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബോക്സിനകത്ത് ഡാറ്റ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 by 1 ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് ലിഫോയാണ്, അതായത് എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതാണ് ലിഫോ പറയുന്നത്. ലാസ്റ്റ് ഇൻപുട്ട് ചെയ്തതിന് നമ്മൾ ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യണം അല്ലേ? പിന്നെ ഇതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പുഷ് ആൻഡ് പോപ്പ് ആണ്. 2 ഓപ്പറേഷൻ ആണ്. ഒന്നുകിൽ അതിനകത്ത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുക അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. സ്റ്റാക്കിനകത്ത് എത്ര ഡാറ്റ ഉണ്ട്, ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞ 2 കണ്ടീഷനാണ്. എന്തൊക്കെയാണ്? സ്റ്റാക്ക് എം ടി കണ്ടീഷനും അതുപോലെ സ്റ്റാക്ക് ഫുൾ കണ്ടീഷനും. സ്റ്റാക്ക് എം ടി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് -1 ആയിരിക്കും. അതുപോലെ സ്റ്റാക്ക് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ മാക്സിമം സൈസ് -1 ആയിരിക്കണം അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിനകത്ത് സ്റ്റാക്കിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.